ഹലോ ഗേയ്സ്, ഇന്ന് പൂളന്തറ അമ്പലത്തിൽ സമൂഹ സദ്യ നടക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കും. നമ്മൾ ക്യൂ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് പോലീസുകാർ നിൽക്കുന്നു. കാരണം ഇന്ന് പോത്തങ്കോട് TK കൺവെൻഷൻ സെൻറ്ററിൽ 4 മണിക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വരുന്നു. 4 മണിക്ക് കാണാൻ വരണമെന്നുണ്ട്. കാണാനും വീഡിയോ എടുക്കാനും കഴിഞ്ഞാൽ എൻ്റെ വ്ളോഗിൽ വരുന്ന ആദ്യ VIP ആൻഡ് മിനിസ്റ്റർ ആയിരിക്കും അദ്ദേഹം. ഇന്ന് സദ്യയ്ക്ക് എൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ്റെ മകൻ ഉണ്ടായിരുന്നു. അങ്ങനെ അരമണിക്കൂറിൽ കൂടുതൽ ക്യൂവിൽ നിന്നു. ഭാഗ്യത്തിന് നിന്ന സ്ഥലത്ത് വെയിലില്ലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉണ്ടായത് കൊണ്ട് തന്നെ ക്യൂവിൽ അടുത്തു നിന്ന ആളുകൾ പറഞ്ഞു, കൊച്ചിനെ വെച്ചുകൊണ്ട് നിൽക്കണ്ട, അപ്പുറത്തെ വഴി ചെന്നാൽ കയറ്റി വിടുമെന്ന് പറഞ്ഞു. തിരക്കുണ്ടായത് കൊണ്ട് തന്നെ ഭയങ്കര തള്ളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിനെ വെച്ച് കയറണ്ട എന്ന് വിചാരിച്ച് ഒരു സംശയത്തോടു കൂടി അങ്ങോട്ട് ചെന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവർ കയറ്റി വിട്ടു. ജിത്ത് തന്ന പപ്പടം തറയിൽ പോയി പപ്പടം പോയി. അങ്ങനെ ഞാൻ സ്റ്റേജിൽ ചെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജിത്തുവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അവൻ ക്യൂവിൽ നിന്ന് കയറുന്നത് ഞാൻ കയറി ഒരു പന്തി കഴിഞ്ഞതിന് ശേഷമാണ് അവന് കയറാൻ കഴിഞ്ഞത്. അപ്പോഴത്തേക്കും ഞാൻ അവന് വേണ്ടി ഒരു സീറ്റ് പിടിച്ചിട്ടു, ഒരുമിച്ചിരിക്കാൻ വേണ്ടി. ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് 2 പായസമാണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ അടപ്പായസം മാത്രമേ ഉള്ളായിരുന്നു. ഇന്നലെ 2 പായസം ഉണ്ടായിരുന്നു, അടയും ബർമസലിയും. ഞാൻ പായസവും പഴവും ചേർത്താണ് മുമ്പ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാൾക്ക് മുന്നേ പപ്പടവും പായസവും കൂട്ടി കഴിക്കാൻ തുടങ്ങി. ആരൊക്കെയോ അങ്ങനെ കഴിക്കുന്നത് കണ്ട് ഞാൻ തുടങ്ങിയതാണ്. പായസവും പപ്പടവും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ പുളിശ്ശേരി, രസം, മോര് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി 4 മണിക്ക് പറ്റുകയാണെങ്കിൽ പ്രതിരോധ മന്ത്രിയെ കാണാൻ നമുക്ക് വരാം. അപ്പോൾ 4:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി രാജ്നാഥ് സിംഗ് വരുന്നതിൻ്റെ വെയിറ്റിങ്ങിലൊക്കെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാം. ഞാൻ പെട്ടു ഗേയ്സ്. രാജ്നാഥ് സിംഗ് ഇവിടെ എത്തുമ്പോൾ 5:30 കഴിയും. റോഡ് ഷോയും കൂടെ ആകുമ്പോൾ ഏകദേശം താമസിക്കും. ഞാനിവിടെ നിന്നപ്പോൾ 1-2 പയ്യന്മാരുണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ള. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ മൊത്തം പോസ്റ്റ് ആയേനെ. അങ്ങനെ നിന്ന് 5:30 കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ മുൻപിൽ കൂടി പോയി. എനിക്ക് സംശയം തോന്നി. ഞാൻ എൻ്റെ കൂടെ എന്ന പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് വിവേക് ഗോപനാണെന്ന്. വിവേക് ഗോപൻ ഇപ്രാവശ്യം മത്സരിക്കാനുണ്ടെന്നും അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഏറ്റവും അവസാനം 7 മണിയോടെ ആയപ്പോൾ അദ്ദേഹം എത്തി. അദ്ദേഹം വണ്ടിയിൽ നിൽക്കുന്ന വീഡിയോ എടുക്കാൻ നോക്കിയെങ്കിലും വണ്ടിയുടെ ലൈറ്റ് കാരണം ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അകത്ത് കയറി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് വണ്ടിയുടെ പുറകിലൂടെ ബാൻഡും മറ്റ് ചെണ്ടമേളവും മറ്റ് കലാരൂപങ്ങളും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് അകത്ത് കയറാമെന്ന് കരുതി. പിന്നെ അത് കുറച്ച് വീഡിയോ എടുത്ത് ഞാൻ അകത്ത് കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഈ TK കൺവെൻഷൻ സെൻറ്ററിൽ കയറുന്നത്. കണ്ടിട്ട് കൊള്ളാം, വലിയ ഒരു ഹാളായിരുന്നു. അങ്ങനെ ഞാൻ അകത്ത് കയറി. അവിടെ നിന്ന് എൻ്റെ ഫോൺ കൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്കൊരു മടിയായിരുന്നു. കാരണം എല്ലാവരും ക്യാമറയും കൂടിയ ഫോണും വെച്ചാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയോ അത് ഒപ്പിച്ചു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന വഴി പൂളന്തറ അമ്പലത്തിൽ നാടൻപാട്ട് ബാൻഡിൻ്റെ സെറ്റ് ചെക്കിങ്ങും മറ്റും നടക്കുകയായിരുന്നു. കുറച്ച് അവിടെ നിന്നതിന് ശേഷം വീട്ടിലേക്ക് പോയി. അപ്പോൾ അഭിജിത്ത് എന്നെയും വിളിച്ചുകൊണ്ട് മറ്റൊരു അമ്പലത്തിലേക്ക് പോയി. വേളാവൂരെത്തിയപ്പോൾ ഒരു പരിപാടി കണ്ടു. അതെന്തിൻ്റെയാണെന്ന് മനസ്സിലായില്ല. മിക്കവാറും പെരപ്പങ്കോട്ട് അമ്പലത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ക്ലബ്ബ് നടത്തുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പോകേണ്ട അമ്പലത്തിലെത്തി. അവിടെ നിന്ന് കുറച്ച് കൈകൊട്ടിക്കളിയും തിരുവാതിരയും കുട്ടികളുടെ പ്രോഗ്രാമും കണ്ടതിന് ശേഷം നമ്മൾ പൂളന്തറയിലേക്ക് എത്തി. നമ്മൾ ചെന്നപ്പോൾ നാടൻപാട്ട് തകർക്കുകയായിരുന്നു. ഒറ്റമരം ബാൻഡിൻ്റെ നാടൻപാട്ടായിരുന്നു.
അങ്ങനെ അവസാനം ഒരു തകർപ്പൻ പാട്ടിലൂടെ നാടൻ പാട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പൂളന്ത്ര അമ്പലത്തിലെ ഈ വർഷത്തെ ഉത്സവവും അവസാനിച്ചു. ഇനി നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതായിരിക്കും നമ്മുടെ ഈ പരിസരത്തെ ഏറ്റവും അവസാനത്തെ ഉത്സവം. ഇനി പോയി കിടന്നുറങ്ങട്ടെ. ഇപ്പോൾ ബൈ.